ഒരു വീട് പോലും ഇപ്പോൾ കാണാനില്ല. ഒരു പച്ചപ്പ് പോലും അവശേഷിപ്പിക്കാതെയാണ് മലവെള്ളപ്പാച്ചിലിൽ ഒരു നാടിനെ മുക്കിക്കളഞ്ഞത്. നിരവധി മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. വീടുകൾ മണ്ണിനടിയിലേക്ക് താഴ്ന്നുപോയതിൻ്റെ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കാലുകുത്തിയാൽ കുഴിഞ്ഞ് താഴേക്ക് പോകുന്ന അവസ്ഥയാണ്. റൂഫ് നീക്കി കോൺക്രീറ്റ് പൊളിച്ചു വേണം ഓരോ വീടിനുള്ളിലുമുള്ള ആളുകളെ പുറത്തെടുക്കാൻ. കഴിഞ്ഞ ദിവസം ചൂരൽമലയിൽ കണ്ടതിനേക്കാൾ ഭീകരമായ ദൃശ്യങ്ങളാണ് ഇന്ന് മുണ്ടക്കയിൽ നിന്ന് പുറത്തുവരുന്നത്. മുണ്ടക്കയാണ് ഉരുൾപൊട്ടലിൻ്റെ പ്രഭവകേന്ദ്രം. മലപ്പുറം ജില്ലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മേപ്പാടിയിലേക്ക് കൊണ്ടുവരും. ബോഡി തിരിച്ചറിയാനായി ബന്ധുക്കൾ മലപ്പുറത്തേക്ക് പോവേണ്ടതില്ലെന്ന് കലക്ടർ പറഞ്ഞിട്ടുണ്ട്. മുണ്ടക്കയെ കവർന്ന ഉരുൾ തൂത്തെറിഞ്ഞത് 500-ന് മുകളിൽ വീടുകളാണ്. ചുറ്റും മണ്ണും കല്ലുമല്ലാതെ ഒന്നുമില്ല. കാലുകുത്തിയാൽ കുഴഞ്ഞു താഴേക്ക് പോകുന്ന സ്ഥിതി. വീടിൻ്റെ മുകളിലെ റൂഫിനൊപ്പം മണ്ണ് മൂടിയിരിക്കുന്നു. ഉള്ളിൽ എത്ര മനുഷ്യരെന്ന് അവ്യക്തമാണ്. മുണ്ടക്കയെ ഒന്നാകെ മൂടിയ മണ്ണിനടിയിൽ നിന്ന് ഇനിയും കണ്ടെത്താൻ നിരവധി മനുഷ്യർ ബാക്കിയാവുമ്പോൾ രക്ഷാപ്രവർത്തനവും പ്രതിസന്ധിയിലാണ്. 540ഓളം വീടുകളിൽ അവശേഷിക്കുന്നത് വെറും 30ഓളം വീടുകൾ മാത്രമാണെന്ന് മുണ്ടക്കൈ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ കെ ബാബു പറയുമ്പോൾ ദുരന്തത്തിൻ്റെ വ്യാപ്തി അതിഭീകരമെന്നല്ലാതെ പറയാൻ കഴിയില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. റൂഫ് നീക്കി കോൺക്രീറ്റ് പൊളിച്ചു വേണം ഓരോ വീടിനുള്ളിലുമുള്ള മനുഷ്യരെ പുറത്തെടുക്കാൻ എന്നത് അതിസാഹസികമാണ്. ഇവരെ കാത്ത് രാവിലെ മുതൽ മുണ്ടക്കയിൽ ഉള്ളം നീറിയെത്തിയവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എങ്ങനെ എത്തുമെന്നറിയാതെ സകലരോടും സഹായം അഭ്യർത്ഥിക്കുന്ന നിസ്സഹായമായ സ്ഥിതിയാണ് കാണേണ്ടി വരുന്നത്. രക്ഷാപ്രവർത്തകരുടെ കണ്ണിൽപ്പെടാത്തവർക്കായി മുണ്ടക്കയിൽ സംയുക്ത സംഘം രാവിലെ മുതൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച പരിക്കേറ്റവരെ എയർലിഫ്റ്റിംഗ് വഴി ആദ്യം പുറത്തെത്തിക്കുക എന്നതായിരുന്നു പ്രഥമ പരിഗണന നൽകിയിരുന്ന കാര്യം. ചൂരൽമലയെയും മുണ്ടക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന താൽക്കാലിക പാല നിർമ്മാണം പൂർത്തിയാക്കിയതോടെ ബാക്കിയുള്ളവരെയും പുറത്തെത്തിച്ചു. മണ്ണിനടിയിൽപ്പെട്ടവർക്കായി ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ നടത്താനെത്തിയവർക്ക് മുന്നിൽ ഉപകരണങ്ങളുടെ അപര്യാപ്തത വെല്ലുവിളി നിറക്കുകയാണ്. കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് വീടിൻ്റെ കോൺക്രീറ്റും റൂഫും നീക്കം ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ മണ്ണിനടിയിൽ കുടുങ്ങിയവർക്കരികിലേക്കെത്താൻ സാധിക്കുകയുള്ളൂ. അത്യാധുനിക ഉപകരണങ്ങൾ എപ്പോൾ എത്തിക്കാനാവുമെന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ലാത്തതിനാൽ ചുറ്റിക ഉൾപ്പെടെ ഉപയോഗിച്ച് തടസ്സം നീക്കി വളരെ പ്രയാസപ്പെട്ടാണ് സംഘം തിരച്ചിൽ നടത്തുന്നത്. ഓരോ വീട്ടിലും സ്ലാബിൻ്റെയും കട്ടിളയുടെയും ഇടയിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഈ വീട്ടിലെൻ്റെ അച്ഛനും അമ്മയും ഭാര്യയുമുണ്ട്. കണ്ണീരോടെ മണ്ണ് മൂടിയ വീടിന് മുന്നിൽ കാത്തു നിൽക്കുന്നവർ അനവധിയാണ്. ആശുപത്രിയിലോ ക്യാമ്പിലോ പ്രിയപ്പെട്ടവരുണ്ടാകുമെന്ന് കരുതി ഓടി ഒടുവിൽ അവർക്കായി നെഞ്ചു കലങ്ങി മുണ്ടക്കയിലെത്തിയവരാണ് ഏറെയും പേരും.